അങ്ങനെ ഇതാ ആനവണ്ടി കയറി നേരെ നമ്മളുടെ വയനാടൻ മണ്ണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. സംഭവം നല്ല സുഖമുള്ള യാത്രയായിരുന്നു. പക്ഷെ വിശപ്പ് നല്ല പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ആനനെ തിന്നാനുള്ള വിശപ്പുള്ളത് കൊണ്ട് തന്നെ നേരെ അവിടെ എത്തി നേരെ ഒരു തട്ടുകടയിലേക്ക് ഇരുന്നു കേട്ടോ. നേരെ പോയിട്ടുണ്ടായത്. അങ്ങനെ അവിടുന്ന് ഞാൻ പുട്ടും ബീഫായിരുന്നു വാങ്ങിയിട്ടുണ്ടായത്, പിന്നെ കാപ്പിയും. ഈ പുട്ടും ബീഫിൻ്റെ ടേസ്റ്റിൽ നല്ല ടേസ്റ്റിനായി. പക്ഷെ കുറച്ച് എരിവുള്ളത് കൊണ്ട് തന്നെ എൻ്റെ കൂടെയുള്ളവർക്ക് അത്ര എരിവ് ഇപ്പോൾ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എൻ്റെ പ്ലേറ്റ് തന്നെ കാണില്ല, മൊത്തത്തിൽ കാലിയായിട്ടുണ്ട്. പിന്നെ ഇത് അടിപൊളി കാപ്പി, പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാട ഫ്രൈ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ല് പോലും അവിടെ കാണാനില്ല. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ റിസോർട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. റിസോർട്ടിലേക്ക് ഇറങ്ങി നമ്മൾ കെട്ടുമ്പാണ്ടൊക്കെ എടുത്ത് നേരെ റൂമിലേക്ക്. പിന്നെ അടിപൊളിയായിട്ട് നല്ലൊരു ഉറക്കം ഇറങ്ങി രാവിലെ എണീച്ച്. രാവിലത്തെ കാഴ്ച നോക്കി എന്താ രസമല്ലേ. ആ മലകളെ തലകൂടിക്കൊണ്ടുള്ള ആ മൂടൽ മഞ്ഞും ഒക്കെ ആയിട്ട്. പിന്നെ ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ടൈം കേട്ടോ ഈ ഉറുമ്പുകൾ തീർത്ത വലിയൊരു കൊട്ടാരം ഞാൻ കണ്ടത്. അതും നോക്കി കുറച്ച് സമയം അവിടെ നിന്ന് പിന്നെ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇവിടെ ഫുഡ് നമുക്ക് 9:30 ഉള്ളൂ. അതുകൊണ്ട് പിന്നെ രാവിലെ ഒരു ചായ കഴിക്കണ്ടേ, ഇത്രയും നേരത്തേക്ക് എണീക്കുന്ന ടൈം. പിന്നെ നമ്മൾ നെയ്പത്തലും ചായ കേട്ടോ, അതും വാങ്ങി നടന്നുകൊണ്ടിരുന്ന് കുടിച്ചിട്ടുണ്ടായത്. ഇതിൻ്റെയൊക്കെ രസമില്ലേ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത